എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മളിപ്പോൾ നമുക്ക് എന്തെങ്കിലും കളർ പിടിച്ച തുണികൾ അല്ലെങ്കിൽ വെള്ള തുണികൾ കരിമ്പൻ മാറ്റാനൊക്കെ നമ്മൾ ഈ ഒരു ആല ഉപയോഗിക്കാറുണ്ട്. റിന്നിൻ്റെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. വളരെ ഉപകാരപ്രദമാണ് കേട്ടോ. പക്ഷെ പല ജോലികളും നമ്മൾ എളുപ്പമാക്കാൻ ഈ ഒരു ആല ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മൾ അധികം ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്ന ഏതൊരു പാത്രവും, ഇപ്പം ഫൈബറിൻ്റെ ആകട്ടെ, ഗ്ലാസിൻ്റെ ആകട്ടെ, അല്ലെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ ചെമ്പ് പാത്രം ആകട്ടെ, ഏതൊരു പാത്രം, ചെമ്പ് പാത്രമാണെങ്കിൽ നമ്മൾ കടലമാവ് കൊണ്ടൊക്കെ കഴുകുന്നതായിരിക്കും കൂടുതൽ, എന്നാലും വെളുത്ത് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെക്കുന്ന ഇതുപോലെ സ്റ്റീലിൻ്റെ സ്പൂണുകളും പാത്രങ്ങളൊക്കെ ഇതുപോലെ കറയൊക്കെ പിടിച്ച് വരുമല്ലോ, തുരുമ്പ് പോലുള്ള കറകളും, അതുപോലെ പുതുമ നഷ്ടപ്പെടും. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പുതുമ പെട്ടെന്ന് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ആല ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരു 10-15 മിനിറ്റ് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഏതൊരു ഇപ്പം നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലുള്ള കറകളൊക്കെ പോകുവാനും ഇതുപോലെ ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ. കുറേ ഉരച്ച് തേച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല. അടുത്തതായിട്ട് നമ്മളുടെ കിച്ചൺ ടവൽ, ഈ ഒരു വെള്ളം നിങ്ങൾ കളയേണ്ട കാര്യമില്ല. കിച്ചൺ ടവലിൽ ഉണ്ടാവുന്ന മെഴുക്കൊക്കെ ഇല്ലേ, അത് കളയാനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നമ്മൾ എത്ര കഴുകിയാലും അതിൻ്റെ ഒരു സ്മെല്ലോ അല്ലെങ്കിൽ അതിൻ്റെ മെഴുക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഈ ഒരു ആലയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട ആ ഒരു മിശ്രിതത്തിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ഇത് മാത്രം ഇട്ട് തിളപ്പിച്ചാലും നല്ലതുപോലെ തന്നെ അതിൻ്റെ മെഴുക്കും കറയൊക്കെ പോകാനായിട്ട് സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് ഈ ഒരു തുണി ക്ലീൻ ചെയ്തെടുക്കുക. ഇത് വെറുതെ നമ്മൾ ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി. നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. പെട്ടെന്നൊന്നും ഇത് ചീത്തായി പോവുകയില്ല കേട്ടോ. നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ്. ചെയ്തു നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഈ വേനലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെറിയ ഉറുമ്പ് അവിടെ ഇവിടെ ആയിട്ട് കൂട് കൂട്ടുക, അതുപോലെ ഉറുമ്പിൻ്റെ ശല്യം, ഈച്ചൻ്റെ ശല്യം, പല്ലിയുടെ ശല്യമൊക്കെ നമുക്ക് വീട്ടിലുണ്ടാവുമല്ലോ. ആ സമയങ്ങൾ അല്ലെങ്കിൽ നല്ല ടൈല് നല്ല ക്ലീനായി നല്ല വെട്ടിത്തിളങ്ങുവാനും ഈ ഒരു ആല കൊണ്ട് ഇതുപോലെ ഒരു മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒന്ന് വീട് തുടച്ചാൽ മാത്രം മതി. അതിനോടൊപ്പം നല്ലൊരു സ്മെല്ലിന് വേണ്ടി കുറച്ച് ഷാമ്പു കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല വീട് വെട്ടിത്തിളങ്ങുകയും ചെയ്യും. പ്രാണിശല്യോ ഈച്ചശല്യോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. കുറേ ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാണിച്ചു തന്നില്ല. ഒരു നുള്ള് മാത്രം ഒഴിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പല ലോഷനും വാങ്ങാതെ തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ വീട് നല്ല പളാന്ന് വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് സ്വിച്ച് ബോർഡിലൊക്കെ കറ പിടിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ. കുറേ പ്രാവശ്യം ഉരച്ചും തേച്ചും ഒക്കെ കഴുകേണ്ട ആവശ്യം വരും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതൊരു നുള്ളെടുക്കുക, വെള്ളമൊന്നും ചേർക്കരുത്. നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മെയിൻ ഓഫ് ചെയ്യണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ മെയിൻ ഓഫ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വീഡിയോയിൽ വെട്ടം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആവില്ലല്ലോ. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു മെയിൻ ഓഫ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത്ര സേഫാണ്. പക്ഷെ എത്ര കറ പിടിച്ച സ്വിച്ച് ബോർഡ് ആകട്ടെ നിമിഷ നേരം കൊണ്ട് നല്ല ക്ലീനായി കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. നമ്മൾ കുറേ ബ്രഷ് ഇട്ട് ഒരക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഒരു കോട്ടൺ തുണി എടുക്കുക, ഒരു നുള്ള് മാത്രം, കുറേ ഒന്നും നിങ്ങൾ മുക്കരുത്, കുറച്ച് മാത്രം മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. അടുത്തതായിട്ട് ഇനി വെക്കേഷൻ വരണേന് നമ്മൾ ഭിത്തിയിലൊക്കെ ഇതുപോലെ വരച്ച് ഒരച്ചൊക്കെ ഇടും അല്ലേ. കുട്ടികളൊരു വിനോദമാണ് ഇതുപോലെ ഈ മതിലൊക്കെ ഇങ്ങനെ വരച്ച് ഓരോന്ന് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറേ ഒന്നും ഒരക്കാതെയും തേക്കാതെയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട്, ഇതിപ്പോൾ പേന കൊണ്ടാണ് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര പാട് പോകാനായിട്ട്. പെൻസിലൊക്കെ ആണെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഒന്ന് റബ്ബ് ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് തന്നെ പോയി കിട്ടുന്നതാണ്. പക്ഷേ ഇത് പേനയാകുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് പിടിച്ചു. അതുമല്ല ഇതിപ്പം 2 ആഴ്ചത്തോളം ആയി. അത് അപ്പം തന്നെ തുടക്കുകയാണെങ്കിൽ പേനയുടെ ഒരു നിറമാണെങ്കിൽ കൂടി മാറും കേട്ടോ, അപ്പം തന്നെ നമ്മൾ തുടക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് അതിനും ഉപയോഗിക്കാവുന്നതാണ്. നല്ല ക്ലീനാക്കി നമുക്ക് മതിലുകൾ എടുക്കാനായിട്ട് സാധിക്കും. ഒരു പാടും ഇല്ലാതെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസോളോ അല്ലെങ്കിൽ ഹാർപ്പിക്കോ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല.
ഞാൻ എല്ലാ ടിപ്സും ഇതിൽ കാണിക്കുന്നില്ല, പക്ഷേ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും, ഈവൻ നമ്മളുടെ ബാത്റൂം ക്ലീനിങ്ങിന് വരെയും നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. 1.5 മൂടിയാണ് നമ്മൾ ആല എടുത്തേക്കുന്നത്. അതിലേക്ക് 1 മൂടി നമ്മളുടെ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഷാമ്പു, ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും ഷാമ്പു. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ. 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ബാത്റൂം കഴുകാൻ ഇത് ഉപയോഗിക്കുക. നമ്മൾ ക്ലോസറ്റൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നല്ല ക്ലീൻ ആകും കേട്ടോ, വെട്ടിത്തിളങ്ങും. അതുപോലെ നമ്മളുടെ ബാത്റൂമിലുള്ള കരിമ്പൻ കളഞ്ഞെടുക്കാനൊക്കെ നല്ലതാണ്. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ അത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ബ്രഷ് കൊണ്ടൊന്ന് ഉരച്ചാൽ മാത്രം മതി, ബാത്റൂം നല്ല വെട്ടിത്തിളങ്ങും. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ഇതിന് നല്ലൊരു സ്മെല്ല് കിട്ടാനായിട്ട് പുൽത്തൈലവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ കംഫോർട്ട് ഉണ്ടെങ്കിൽ അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, നല്ലതാണ് കേട്ടോ. നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് നിങ്ങൾ ഈ ബോട്ടിലിൽ വെച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ തുടക്കം എല്ലാ പ്രോസസ്സും, നമ്മൾ ക്ലീനിങ് പ്രോസസ്സ് വളരെ എളുപ്പം. ഇപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇരുമ്പ് കറ ഞാൻ കളഞ്ഞ് കാണിച്ചു തരുന്നുണ്ട്. എന്താണ് വെട്ടിത്തിളങ്ങ എൻ്റെ ഒരു വെള്ള കൗണ്ടർ ടോപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. എന്ന് വെച്ചാൽ കറകളൊക്കെ പെട്ടെന്ന് തന്നെ പിടിക്കും. അപ്പോൾ അതിന് ഞാനൊരു സൊല്യൂഷനായിട്ട് കണ്ടുപിടിച്ചത് ഈ ഒരു മിശ്രിതമാണ് കേട്ടോ. വൈറ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല പെട്ടെന്ന് അഴുക്കും പിടിക്കും, കാണുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു അടുക്കളയിലുള്ള ഈ ഒരു വോളൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സാകും അല്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യും, പൊരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഗ്യാസ് അടപ്പും എല്ലായിടത്തേക്കും തെറിക്കും. അപ്പം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ല ക്ലീൻ ആവും. നമുക്ക് വേറെ ഒരു കെമിക്കലോ ഒന്നും വീട്ടിൽ മേടിച്ച് വെക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തതായിട്ട് നമ്മൾ ചിമ്മിണി ഉള്ളവർക്ക് അറിയാം. ചിമ്മിണി, നമ്മൾ ഗ്യാസ് അടുപ്പിൻ്റെ മേലുള്ള ചിമ്മിണി ക്ലീൻ ചെയ്യൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒന്ന് തുടച്ചാൽ മാത്രം മതി. ആ മെഴുക്കിൻ്റെ അംശം നല്ല രീതിയിൽ തന്നെ പോയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രശ്നമാണ്, കുട്ടികളുണ്ടെങ്കിൽ ഫ്രിഡ്ജ് അപ്പ തുറന്ന് കളിക്കുമ്പം ഈ ഒരു ഫ്രിഡ്ജിൻ്റെ പുറമേ ഉണ്ടാകുന്ന പാടുകൾ അത് മായ്ക്കുവാനും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി. നല്ലപോലെ സ്പ്രേ ചെയ്തിട്ട് അതൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതി. നല്ല ക്ലീനായി കിട്ടും. ഈ ഒരു ആലയുടെ ക്വാണ്ടിറ്റി ഒരിക്കലും നിങ്ങൾ കൂടുതൽ എടുക്കരുത് കേട്ടോ. ആ പറഞ്ഞ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ എടുക്കാവുള്ളൂ, കൂടുതൽ എടുക്കരുത്. കൂടുതൽ എടുത്ത് തന്നെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സൊക്കെ നമുക്ക് പിന്നീട് വിപരീതമായിട്ട് വരും. വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതുപോലെ അതുപോലെ തന്നെ നമ്മളുടെ ജനലിലുള്ള പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ, ജനാല തുടക്കാനൊക്കെ ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. നമ്മൾ ഡൈനിങ് ടേബിൾ ക്ലീനിങ് എല്ലാം ഈസി ആക്കി തരും. അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ ഒരു വൈപ്പർ എടുക്കുക. അതിലേക്ക് നമ്മളുടെ പാഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. വളരെ യൂസ്ഫുൾ. സ്ത്രീകൾക്ക് പല കാര്യങ്ങൾക്കും പലരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ. ക്ലീനിങ് ഒക്കെ വരുമ്പം മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെയും ആശ്രയിക്കാതെ തന്നെ നമുക്ക് ഒറ്റക്ക് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പാഡിലേക്ക് ഈ ഒരു ലിക്വിഡ് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളുടെ അടുക്കളയിൽ നമ്മൾ ഫുള്ള് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ വലിയ ടാസ്ക് ആണ് അല്ലേ. പക്ഷേ ഇതുപോലെ ചെയ്താൽ മതി. നമ്മളുടെ കൈകൾ എത്താത്ത സ്ഥലത്താണെങ്കിൽ കൂടി ഈ ഒരു വൈപ്പറിൽ ഇതുപോലെ വെക്കുന്നതുകൊണ്ട് സൂപ്പറായിട്ട് ചെയ്യാം. അതുപോലെ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു സൈഡൊക്കെ നമുക്ക് കസേരയിട്ട് കയറിയാൽ പോലും എത്തൂല കൈ. അപ്പം ഈ ഒരു വൈപ്പറിൽ ഇതുപോലെ ഒന്ന് ചെയ്താൽ മാത്രം മതി. നല്ല ക്ലീനായിട്ട് കിട്ടുന്നതാണ്. ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ വീട് ഇതുപോലെ ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ വെട്ടിത്തിളങ്ങും കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമാണ്, എത്ര നമ്മൾ ഇതാക്കിയാലും എത്ര നോക്കിയാലും ഈ ഒരു പുല്ല് ഇങ്ങനെ മുളച്ചു വരിക എന്നുള്ളത്. ആൾക്കാരെ നിർത്തി ചെയ്യിപ്പിച്ച 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും മുറ്റം മൊത്തം ഇതുപോലെ പുല്ല് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം അതിന് അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ ഈ ഒരു ആല ഒരു നിങ്ങളിപ്പം കുറേ പുല്ല് കരിയിക്കണമെങ്കിൽ അത്രത്തോളം എടുക്കുക. ഇപ്പം നമ്മൾ ആ ഫ്രണ്ട് ഭാഗം മാത്രമാണ് കരിയിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മൂടി മാത്രമേ ആല എടുത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, വെള്ളം ഒഴിച്ച് കൊടുക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്യുക കേട്ടോ. കുറേ ഒന്നും നമ്മൾ സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. വളരെ കുറച്ച് അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ, നല്ല വെയിലല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മഴക്കാലത്താണെങ്കിൽ ഈ ഒരു പുല്ല് ഉണങ്ങി കിട്ടാൻ വളരെ സമയമെടുക്കും. പക്ഷേ വേനലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങി പോകും കേട്ടോ. ഒരു മൂടി വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ, മഴയുള്ള സമയത്താണെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു വേനലിൽ
നമ്മൾ ഒറ്റ പ്രാവശ്യം അടിച്ച് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു മഞ്ഞ കളറായി മാറും. ഇതുപോലെ മഞ്ഞ കളറാകും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണങ്ങി കിട്ടും. പിറ്റത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പം ആല അത്ര നിസ്സാരക്കാരനല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരു കുപ്പി ഇപ്പോൾ തന്നെ പോയി മേടിച്ചോളൂ. അത്ര ഉപകാരപ്രദമാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.